Ruchikootu's പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ്. കാരണം ഒരു മിക്ക വീടുകളിൽ പ്രത്യേകിച്ച് മലയാളികൾ ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീഫ് കറി, കപ്പയൊക്കെ ഇട്ടുള്ള ഒരു നാടൻ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയാണ്. അവരാകുമ്പോൾ അവർക്കും എളുപ്പത്തിന് ഇതുപോലെ ഒരു നല്ല നാടൻ കറി വളരെ രുചിയോടെ വീട്ടിലുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് പോയിട്ട് കാണാം. ഫ്രണ്ട്സ്, ബീഫ് കറി ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മളൊരു ചട്ടി റെഡിയാക്കി വെക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി എടുക്കാം, അല്ലെങ്കിൽ നോർമൽ ഏതെങ്കിലും ഒരു ചട്ടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പം എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരണം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അരിഞ്ഞിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ബീഫാണ് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് നമുക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ. ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വേഗം വഴറ്റാൻ നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി കിട്ടണവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവുമ്പോൾ നമുക്ക് തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിട്ട് ഒന്നുകൂടെ തക്കാളിയും കൂടി ഇതിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ പോലെ തന്നെ തക്കാളി എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ആവണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം പതുക്കെ. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 4.5 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫസ്റ്റ്. കാരണം ആ മല്ലിപ്പൊടിയുടെ ഫസ്റ്റ് ആ മണമൊന്ന് പച്ച മണമൊക്കെ മാറാൻ വേണ്ടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി പൊടികളിടാം. ഇനി നമ്മളിടുന്നത് മുളക് പൊടിയാണ്. നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് ഗരം മസാലപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചതുണ്ട്. അത് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയുടെ പച്ച മണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ആദ്യമേ തന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ. ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഞാനൊരു 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വേവിച്ചെടുത്താണ്. ഇതാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇപ്പം മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിട്ടിട്ട് ആ മസാലയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ച ശേഷം നമുക്ക് ബാക്കി ബീഫും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഈ തീ കൂട്ടി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോണത് അടുത്തത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കപ്പ വേവിച്ചതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളൊരു 3/4 ഭാഗം നമ്മുടെ വെന്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ബീഫിലൂടെ ഇട്ടിട്ട് അതിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നതാണ്. വെള്ളം ഓൾറെഡി ഇപ്പോൾ ചാറുള്ളത് കൊണ്ട് ഞാൻ പിന്നെ കപ്പയുടെ വെള്ളം കൂടെ ഒഴിക്കുന്നില്ല.
ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപ്പെല്ലാം കറക്റ്റാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതായത് ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ട് കപ്പയും ബീഫും കൂടെ ഒന്നും കൂടെ വേകണം. അപ്പം ആ കപ്പയില ഇതെല്ലാം കൂടെ ബീഫിലും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ ഇരുന്ന് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെയ്യേണ്ട ചെറിയൊരു പൊടിക്കൈ മാത്രമേ ഉള്ളൂ. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പില. ഇപ്പം നന്നായിട്ട് ഇളകാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ ബീഫും കപ്പയും കൂടി ഇട്ടുള്ള കറി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തി എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. നമ്മുടെ നാടൻ കറിയാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ധൈര്യമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.